പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ആ യോഗം വിളിച്ചത്. അതിൽ ADGP M.R. അജിത് കുമാറും DGPയും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ 3 പേരെയും കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി, ADGP, DGP. ഇന്നത്തെ ഈ യോഗം, മുഖ്യമന്ത്രി വിളിച്ച യോഗം എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ്? ഈ വിഷയങ്ങൾ തന്നെയാണോ? ആര്യ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗം നേരത്തെ നിശ്ചയിച്ച യോഗമാണ്. അത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, പോലീസുമായി ബന്ധപ്പെട്ട ആ ക്രമീകരണങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിശ്ചയിച്ച യോഗമാണ്. അത് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, സെക്രട്ടേറിയറ്റിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റ് ഓഫീസർമാർ അവരവരുടെ ഓഫീസുകളിൽ നിന്നും ഓൺലൈനായിട്ട് ചേരുന്നുണ്ട്. ഇതിലിപ്പോൾ ഇതിനകത്ത് M.R. അജിത് കുമാർ, ADGP M.R. അജിത് കുമാർ നേരിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി അവിടെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പങ്കെടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗം കഴിഞ്ഞ ശേഷമാകും മുഖ്യമന്ത്രി P.V. അൻവർ M.L.A കാണുന്നത്. അതിനു മുൻപ് മറ്റ് ചില യോഗങ്ങൾ കൂടി ഇന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം നമ്മൾ കാത്തിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ അന്വേഷണ സംഘത്തിൻ്റെ ഒരു യോഗം ഇന്ന് ചേരുമോ എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചൊരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവിയും ഈ അന്വേഷണത്തിൻ്റെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരും തമ്മിലൊരു മീറ്റിങ്ങോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളത് ഈ സമയത്ത് വ്യക്തമല്ല. ഏതായാലും അതിൻ്റെ അന്വേഷണത്തിന് 1 മാസം സമയം നൽകിയിട്ടുണ്ട്. അപ്പോൾ ധൃതി പിടിച്ചുള്ള ഒരു മീറ്റിങ്ങിലേക്കൊന്നും പോവേണ്ട കാര്യവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇന്ന് ആ യോഗം ചേരാനുള്ള ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ അജിത് കുമാറിനെതിരെ ഈ P.V. അൻവർ M.L.A ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് ആ സമാനമായ വിഷയത്തിൽ മുൻപും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ കവടയാറിലെ കൊട്ടാര സമാനമായ വീടിന്റെ നിർമ്മാണം, ആശുപത്രി വിൽപ്പനയിലെ സാമ്പത്തിക ഇടപാട്, ഇതൊക്കെ അന്വേഷിക്കണമെന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ എന്ത് സംഭവിച്ചു അനന്തൻ? P.V. അൻവർ M.L.A ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ അതിഗൗരവമാണ്. അതിന് പിന്നാലെ ആദ്യത്തെ P.V. അൻവറുമായി ബന്ധപ്പെട്ട വിവാദം ഫസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് DGPക്ക് M.R. അജിത് കുമാറിനെതിരെ ഒരു പരാതി ലഭിക്കുന്നത്. അതിൽ ഈ കവടയാറിലെ ഭൂമിയിടപാടും ആശുപത്രി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം നിരവധി അലിഗേഷൻസ് ഉള്ള ഒരു പരാതിയാണ്. അതിൽ അന്വേഷണം വേണമെന്നാണ് അതിൻ്റെ ആവശ്യം. അതിലൊരു തീരുമാനം DGP തലത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൂടാതെ P.V. അൻവർ M.L.A പറഞ്ഞ കാര്യങ്ങൾ, M.R. അജിത് കുമാറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ഈ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത്, മാഫിയ ബന്ധമൊക്കെ പറഞ്ഞ പത്രസമ്മേളനം, അതിനു പിന്നാലെ ആ പറഞ്ഞ പത്രസമ്മേളനത്തിലെ 8 കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു പരാതി, അതിൽ CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ആ പരാതിയും DGPയുടെ പക്കലുണ്ട്. മറ്റൊന്ന് കൊച്ചി സ്വദേശി നൽകിയിരിക്കുന്ന വിജിലൻസിന് ഉള്ള പരാതിയാണ്. അതും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ്. അപ്പോൾ ഈ പരാതികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് നടപടി എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ ആരോപണങ്ങളിലൊക്കെ ഇനി അറിയേണ്ടത് 12 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ച, അതിനുശേഷം അൻവർ എന്ത് പറയും, മാധ്യമങ്ങളോട് തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമോ എന്നുള്ളതൊക്കെയാണ്.